സുധി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നതെന്നോ. ഓക്കെ, വീണ്ടും വീണ്ടും രേണു എന്ന് എല്ലാവരും കരുതും. കോണ്ടന്റ് വേറെ ഇരിപ്പുണ്ട്, പക്ഷെ ഈ ഒരു കാര്യം ഒന്ന് സംസാരിച്ച് പോകണമെന്ന് തോന്നി. ഓക്കെ, അതിനു മുമ്പേ കേരള ട്രോൾസ് എന്നും പറഞ്ഞ ഒരു ചാനല്, എൻ്റെ പൊന്നെ, ആ ട്രോളൊക്കെ ഇടുന്നത് കാണണം. രേണുവിനെ കുറിച്ചുള്ള ഞാൻ എൻ്റെ ചാനലൊന്ന് ലിങ്ക് ഒന്ന് താഴെ കൊടുത്തേക്കാം. നമ്മുടെ പയ്യനാണേ, അവന് നിങ്ങൾക്ക് കുറച്ച് സമാധാനമൊക്കെ കിട്ടണമെങ്കിൽ അവൻ്റെ കുറച്ച് റീലൊക്കെ ഇരുന്ന് കണ്ടാൽ മതി. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചെക്കൻ്റെ ചാനൽ കണ്ടല്ലോ. ഓക്കെ, കുറച്ച് വ്ളോഗേഴ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. രേണുസുതി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ റീലും പഴയ ആൽബം ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണ്. ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ടും കാര്യങ്ങളും എന്താ പറയാ സിനിമ അതൊക്കെ എനിക്ക് കൊണ്ട് താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ. എനിക്ക് എൻ്റെ പൊന്ന് രേണു, സിനിമയുടെ കാര്യം ഒന്നും ഇവിടെ പറയരുത്. ഇവിടെ വലിയ വലിയ നടിമാർ വന്നിട്ടാണെങ്കിൽ പോലും അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. പിന്നെ ചേച്ചി വന്നാൽ എന്തിനാണ് വെറുതെ എന്തിനാ ചേച്ചി? ആ പ്രൊഡ്യൂസറിൻ്റെ ചങ്ക് കത്തും. അയാൾ ഈ പ്രൊഡ്യൂസർമാരറിയാലോ, ഫുഡ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും നല്ല നല്ല ഫുഡും കാര്യങ്ങളും ഉണ്ട്. ആ സാമ്പാറിന്, ഒരു ദിവസത്തെ സാമ്പാറിൻ്റെ, ഒരു നേരത്തെ സാമ്പാറിൻ്റെ വില പോലും തിരിച്ച് കിട്ടൂല. ഉള്ള കാര്യം പറയാമല്ലോ, ചിലവാക്കിൻ്റെ പൈസ പോലും നിങ്ങളെ വെച്ച് അഭിനയിപ്പിച്ച അയാൾക്ക് തിരിച്ച് കിട്ടൂല. അത് ഓർക്കണം ചേച്ചി. അന്നത്തെ കാലം സാമ്പാറിൻ്റെ ഒരു വിഷയമല്ല. ഞാൻ ഇതിന് പോകത്തില്ല, പഴയ റീലിലും ആൽബത്തിലൊന്നും പോകാതെ ഞാൻ വീട്ടിൽ. നിങ്ങൾ എനിക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുതരാം നോക്കിയിരുന്നു അവിടെ. പക്ഷെ ഷൂട്ട് തന്നെ താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ ഈ കുറ്റം പറയാതെ കുറച്ച് കാശ് എനിക്ക് കൊണ്ടുതാ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം. ഓക്കെ, അപ്പം വെറുതെ ഇട്ട് വാഹിട്ടലക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ ആരെന്നെ വെറുതെ ഇട്ട് വായിട്ട് അലക്കല്ലേ. നമ്മുടെ ഒന്നും വീഡിയോസ് ഒന്നും കാണത്തില്ലെന്ന് പറഞ്ഞ ചേച്ചി ഇപ്പൊ എന്താ ഇരുന്ന് കാണുന്നത്? നമ്മുടെയൊക്കെ വീഡിയോ തന്നെ ആയിരിക്കുമല്ലേ. വേറെ ആരുടെ കണ്ടില്ലെങ്കിലും ചേച്ചി അതുലിന്റെ കാണുന്നത് നല്ല രീതിയിൽ അറിയാം. പ്രത്യേകിച്ച് ചേച്ചി കണ്ടില്ലെങ്കിൽ ചേച്ചിയുടെ കൂട്ടുകാരികളാണെങ്കിൽ പോലും ഇരുന്നങ്ങ് കാണും. കൂട്ടുകാരിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വെച്ചുതരാം. ഞാൻ തിരിഞ്ഞു പോയിട്ട് റീച്ചിന് വേണ്ടിട്ട് സംസാരിച്ചിട്ട് അവരുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. പുതിയതായിട്ട് വന്ന കുറെ പേരുണ്ട്, ഞാനത് പറയുന്നില്ല. അവരുടെ ഏതാണ്ടൊക്കെ ഉണ്ട്. അവര് ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനാണ്? ഞാൻ ഓടുവന്നത്, ഇനി ഇതിൽ കൂടുതൽ ഒന്നുമില്ല എനിക്ക്. അതാണ് ഞാൻ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് ഓരോന്ന് പറയുന്നത്. ഈ കൂടെ നിന്നിട്ട് അതാരാണ്? ഹനാനാണോ? അല്ലല്ല, ഇപ്പം നമ്മുടെ സജിനയാണെന്ന് തോന്നുന്നു. പിന്നെ സജിന മാത്രമല്ല, വേറൊരു ചേച്ചിയും കൂടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഞാൻ ഞങ്ങളുടെ സാധനത്തിനെ കാണുന്നത്. എൻ്റെയും അതുലിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നും, അവിടെ സംസാരം എന്താണെന്ന് അതിൽ കൂടെ തന്നെ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ചേച്ചിയുടെ ഞാൻ ഇന്നലെ എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയം വന്ന സമയത്ത്. തൊട്ട് പേസും സുൽത്താന. എൻ്റെ പൊന്നോ, എനിക്കാണെങ്കിൽ ആ പുള്ളിയുടെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോഴത്തേക്ക് രേണുവൊക്കെ പാവം തങ്കമാ, തങ്കമ്മേ രേണു എന്ത് ചെയ്യാനാ രേണു ചേച്ചി? കൂടുള്ളവരൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയേ? ചേച്ചിയുടെ പാത പിന്തുടരുവാണോ? കഷ്ടം. ഓക്കെ, ശരി, ഞാൻ പിന്നെ വിളിക്കാൻ. നല്ല പരിചയമുള്ള സൗണ്ട് സജന ചേച്ചിയുടെ ആണെന്ന് തോന്നുന്നു. ഇന്ന് രേണു സുധി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ സൈഡിൽ വെച്ചായിരുന്നു. ഇന്നത്തെ കാര്യമാണ് കേട്ടോ. അതിനകത്ത് സജനയുണ്ട്. ഇവളന്മാരൊക്കെ ഈ കിടന്ന് ഉടക്കി പിരിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടില്ല, എന്താ പറയണ്ടേ, രേണുവിനെതിരെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തോ പന്തിയോട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് ഞാനും അതിലും കൂടെ കണ്ട് സോഷ്യൽ മീഡിയ കിടന്നങ്ങോട്ട് വഴക്കിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ഡ്രാമ നടത്തിയതാണെന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചേച്ചിമാർ ആ പാറ്റേൺ പിടിക്കാൻ വേണ്ടി നോക്കുകയാണെന്ന് അറിയത്തില്ല. ഞാനും അതിലും അങ്ങനെ സംസാരിച്ച് വരണമെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ദേഷ്യപ്പെടും. ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് അത് നല്ല രീതിയിൽ അറിയാം. പിന്നെ ഞങ്ങളത് സ്പോട്ടിൽ തന്നെ കളയുകയും ചെയ്യും. അങ്ങനെ അടിച്ചു പിരിയുന്ന ഇനങ്ങളൊന്നുമല്ല ഇതുകൂട്ട്. എന്തായാലും ഇന്നത്തെ ഒരു ഫോട്ടോ നിങ്ങൾ സൈഡിൽ കണ്ടില്ലേ, സജിന ചേച്ചി കൂടെ ഉണ്ട്. ഇവളന്മാർ തമ്മിയായിട്ട് ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പരമാവധി നെഗറ്റീവ് ഉണ്ടാക്കുക, റീച്ച് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കാനാണ് അവൾമാർ നോക്കുന്നത്. അത് നമുക്ക് മനസ്സിലായി. ഇന്ന് എൻ്റെ താഴെ ഒരാൾ വന്ന് കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പം ഞാനെന്തോ അവർക്കും
കിട്ടുന്നത് നമുക്കും കിട്ടുന്നത് എന്നുള്ള രീതി ഞാൻ എന്നെ ആക്കി ഞാൻ തിരിച്ചൊരാക്കാക്കിയതാണ്. ഇനി ആൾക്കാർ ഇനി അത് വേറെ സെൻസിൽ ഒരു ചേച്ചി വന്നിട്ട് നിങ്ങളും അങ്ങനെയൊക്കെയാണല്ലേ എന്നും പറഞ്ഞ കമൻറ്റ് ഇട്ടായിരുന്നു. ഇനി ആ ഒരു സെൻസിൽ എടുക്കൊന്നും വേണ്ട, ഞാനത് ജസ്റ്റ് എന്നെ ആക്കിനൊരു മറുപടി കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി രേണുവിൻ്റെ അടുത്ത വീഡിയോ ഒന്ന് കേട്ടിട്ട് വരാം. പിന്നെ ബിഷപ്പിൻ്റെ ഒരു വിഷയമുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു വോയിസ് ഞാൻ വെച്ച് തരാം. തൊഴിലുറപ്പിന് പോകാൻ എന്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിന് നിൽക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കും. പിന്നെ കുറ്റം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കും. അതറിയാം ചേച്ചിക്ക് ഒരു പണിക്കും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ചേച്ചിയുടെ വീട്ടിലെ തുണി പോലും കിടപ്പ് കാണുമ്പോൾ നമുക്കറിയാം ഒരു പണി എടുക്കത്തുമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള രീതിയിൽ. കൊല്ലം സുധിയുടെ വീടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട് പോലും വൃത്തിയാക്കാൻ സമയമില്ലാത്ത വ്യക്തികളാണ്. പിന്നെ ആ വീട്ടിലും ആൾക്കാരൊക്കെ ഉണ്ട്, അവർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. എന്തോ കുറെ എണ്ണം അത് എന്നെ വെച്ചിട്ട് അവര് കാശുണ്ടാക്കുന്നതല്ലേ. റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം എന്നെ വെച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവും എന്നെ ഇട്ട് വാരി ഇറക്കി കഴിഞ്ഞു മുഴുവനാ മുക്കിലും മൂലയിലുള്ള രേണുസുധിയുടെ നെഗറ്റീവ്. നിനക്ക് റീച്ച് തന്നത് ആരാ? ഈ റിയാക്ഷൻ വീഡിയോക്കാരുണ്ടോണ്ട് തന്നെ നീ കഞ്ഞി കുടിച്ചു പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സത്യം പറയല്ല രേണു, നീ വെറും ബിഗ് സീറോയിലോട്ട്, അതായത് നിനക്ക് അത്യാവശ്യം പോസിറ്റീവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിനക്ക് എന്താ പറയണ്ടേ, പഴയ കൂട്ട് ഈ റീച്ചും അതും ഇതും പിന്നെ ഈ പറയുന്ന ഫംഗ്ഷനും അതും ഇതും ഒന്നും നിനക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരു മനുഷ്യനും നിന്നെ വിളിക്കുന്നില്ലായിരുന്നു. ഇപ്പം നീ തന്നെ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ള കുഴിയിലോട്ട് പോയി ചാടുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. നീ ഓരോ വ്യക്തികളെ വിളിച്ചിട്ട് എനിക്കത് തരാമോ, അല്ലെങ്കിൽ ഈ ഉദ്ഘാടനം എന്നെ ഒന്ന് ക്ഷണിക്കാവോ, വെറും 1 ലക്ഷം രൂപ തന്നാൽ മതി എന്നൊക്കെ ഡയലോഗ് അടിച്ചതൊക്കെ നമ്മുടെ കിടപ്പുണ്ട്. പറയിപ്പിക്കല്ലേ മോളെ, പറയിപ്പിച്ചാൽ ഇവിടെ ഒന്നും നീ നിൽക്കൂല. കണ്ടന്റ് ഇങ്ങനെ പൊങ്ങി ഓരോരുത്തർ അതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല, ഞാനിതിന് അവർക്ക് ഒരു വ്യൂസ് കൊടുക്കുന്നത്. സോ മുക്കിന് മൂലയിൽ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നവരോട് ഞാൻ എന്ത് പറയാനാണ്? അവരെന്നെ വെച്ചിട്ട് കാശുണ്ടാക്കുന്നു, അവര് എന്താ പറയാ ആഹാരം കഴിക്കുന്നു. അതെ ഞങ്ങള് ആഹാരം മേടിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പച്ചക്കറി മേടിച്ചായിരുന്നു കേട്ടോ.